നിങ്ങൾക്കറിയാമോ, ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നാൽ അംഗബലം കൊണ്ടും ആയുധശേഷി കൊണ്ടും ആർക്കാണ് മുൻതൂക്കമെന്ന്? 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികളെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്ത സംഭവം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആണവായുധ ശേഷിയുള്ള ഈ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം ഒരു സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷിയും അംഗബലവും വിശകലനം ചെയ്യുന്നത് ദക്ഷിണേഷ്യയിലെ സുരക്ഷാ സാഹചര്യം മനസ്സിലാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായ നയതന്ത്ര നടപടികൾ സ്വീകരിച്ചു. ഇതിൽ 1960-ലെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ തങ്ങളുടെ പ്രതികാരപരമായ നയതന്ത്രപരവും സൈനികവുമായ നിലപാടുകൾ പ്രഖ്യാപിച്ചു. 1972-ലെ സിംല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും തീരദേശത്ത് മിസൈൽ പരീക്ഷണം നടത്തുകയും ഇന്ത്യയുമായുള്ള വ്യാപാര വിസ സൗകര്യങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ആക്രമണം ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും സൈനികപരമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഈ നീക്കങ്ങൾ 4 യുദ്ധങ്ങളുടെയും കാശ്മീർ വിഷയത്തിലെ തർക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങളും ഉയർന്ന ജാഗ്രതയിലാണ്. ഈ പ്രതിസന്ധിയുടെ ഭാവി ഗതിയെയും ദക്ഷിണേഷ്യയിലെ മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യത്തെയും വിലയിരുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷി മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. 2025-ലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തും പാകിസ്ഥാൻ 12-ാം സ്ഥാനത്തുമാണ്. 60-ലധികം ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യക്ക് 14,55,550 സജീവ സൈനികരും 11,60,000 കരുതൽ സൈനികരുമുണ്ട്. ഇത് ലോകത്തിലെ തന്നെ 2-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് നൽകുന്നത്. ഇന്ത്യയിൽ ഏകദേശം 25,27,000 അർദ്ധസൈനിക വിഭാഗങ്ങളുണ്ട്. അതേസമയം പാകിസ്ഥാന് ഏകദേശം 6,54,000 സജീവ സൈനികരും 5 ലക്ഷത്തോളം അർദ്ധസൈനിക വിഭാഗങ്ങളുമുണ്ട്. 7-ാം സ്ഥാനത്താണ് നിലവിൽ പാകിസ്ഥാൻ. ഇന്ത്യയുടെ സൈനികരുടെ എണ്ണം പാകിസ്ഥാനെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയാണ്. ഇത് കരയിലെ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നുണ്ട്. 2025-26-ലെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം $79 ബില്യൺ, അതായത് ഏകദേശം 6.8 ലക്ഷം കോടി രൂപ. ഇത് മുൻവർഷത്തേക്കാൾ 9.5% വർധനമാണ് കാണിക്കുന്നത്. ഏകദേശം $7.6 ബില്യൺ മാത്രമാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ ബജറ്റ്. അതായത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പാകിസ്ഥാൻ്റെ 10 മടങ്ങാണ് എന്നർത്ഥം. ഈ സാമ്പത്തിക അന്തരം ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും ആധുനികവൽക്കരണം നടത്താനും സൈനിക ഉപകരണങ്ങൾ പരിപാലിക്കാനും കൂടുതൽ ശേഷി നൽകുന്നുമുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ അത്യാധുനിക T-90 ഭീഷ്മ ടാങ്കുകളും തദ്ദേശീയമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകളും ഉൾപ്പെടെ 4221 ടാങ്കുകളുണ്ട്. പാകിസ്ഥാനിൽ താരതമ്യേന കുറഞ്ഞ 2627 ടാങ്കുകളാണ് ഉള്ളത്. കൂടാതെ ഇന്ത്യക്ക് 1,48,000-ലധികം കവചിത വാഹനങ്ങളുണ്ട്. കരയിൽ ഇന്ത്യയുടെ യാന്ത്രിക ശേഷി പാകിസ്ഥാനെ അപേക്ഷിച്ച് 3 ഇരട്ടി ശക്തമാണ്. ഇത് യുദ്ധത്തിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നുമുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുമുണ്ട്. ഇത് ഒരു തന്ത്രപരമായ പ്രതിരോധമായി വർത്തിക്കുന്നുമുണ്ട്. 5200 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി 5 മിസൈൽ ഇന്ത്യ വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും നേരിടാൻ 10,000 കിലോമീറ്റർ ദൂരപരിധി ശേഷിയുള്ള അഗ്നി 6 മിസൈലിൻ്റെ നിർമ്മാണത്തിലുമാണ് ഇന്ത്യ ഇപ്പോൾ. നിലവിൽ 160-നും 200-നും ഇടയിൽ ആണവായുധങ്ങൾ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാൻ്റെ ഏറ്റവും ദൂരപരിധിയുള്ള മിസൈലായ ഷഹീൻ 3-ന് ഏകദേശം 2750 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. എന്നാൽ 3000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ അവർ സജീവമായി ശ്രമിക്കുന്നുമുണ്ട്. ഇതിന് ചൈനയുടെയും ബെലാറസിൻ്റെയും ഒക്കെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. 170-നും 180-നും ഇടയിലാണ് പാകിസ്ഥാൻ്റെ ആണവായുധ ശേഷി. നിലവിൽ ഇന്ത്യയുടെ മിസൈൽ ശേഷി ദൂരപരിധിയിലും സാങ്കേതികവിദ്യയിലും മുന്നിലാണ്. ലോകത്തിലെ 5-ാമത്തെ വലിയ വ്യോമസേനയായ ഇന്ത്യക്ക് 2229 സൈനിക വിമാനങ്ങളുണ്ട്. റാഫേൽ, Su-30, MK-I, തദ്ദേശീയ തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക പോർ വിമാനങ്ങൾ അടങ്ങിയതാണ് ഇന്ത്യയുടെ വ്യോമസേന. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ്റെ വ്യോമസേന താരതമ്യേന ചെറുതാണെങ്കിലും JF-17 തണ്ടർ, F-16 പോലെയുള്ള മികച്ച വിമാനങ്ങൾ അവർക്കുമുണ്ട്. 1399 വിമാനങ്ങളുള്ള പാകിസ്ഥാൻ 7-ാം സ്ഥാനത്താണ് നിലവിൽ.
എങ്കിലും ഇന്ത്യ വ്യോമസേന എണ്ണത്തിലും സാങ്കേതിക വിദ്യയിലും മുന്നിലാണ്. പ്രത്യേകിച്ച് റഫേൽ, തേജസ് വിമാനങ്ങൾ വ്യോമാധിപത്യം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നാവികസേന വലുതും സാങ്കേതികമായി കൂടുതൽ വികസിച്ചതുമാണ്. വിമാനവാഹിനി കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ, വിവിധതരം യുദ്ധക്കപ്പലുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നീ 2 വിമാനവാഹിനി കപ്പലുകളും 11 ആണവ ഡീസൽ അന്തർവാഹിനികളും ഉൾപ്പെടെ 293 നാവിക ആസ്തികൾ ഉള്ള ഇന്ത്യ 6ാം സ്ഥാനത്താണ് നിലവിൽ. അതായത് ഇന്ത്യയുടെ നാവികസേന വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും ഉൾപ്പെടെ പാകിസ്ഥാനെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് എന്നർത്ഥം. പാകിസ്ഥാന്റെ നാവികസേന ചെറുതാണെങ്കിലും പക്ഷേ തീരദേശ പ്രതിരോധത്തിലും അന്തർവാഹിനി ശേഷിയിലുമാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 8 ഡീസൽ അന്തർവാഹിനികൾ ഉൾപ്പെടെ 121 നാവിക ആസ്തികൾ ഉള്ള അവർ നിലവിൽ 27ാം സ്ഥാനത്താണ്. റഷ്യ, ഫ്രാൻസ്, ഇസ്രയേൽ, US എന്നിവരാണ് ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാർ. കൂടാതെ തദ്ദേശീയ പ്രതിരോധ വ്യവസായവും രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്നുണ്ട്. ചൈനയാണ് പാകിസ്ഥാന്റെ പ്രധാന ആയുധ വിതരണക്കാരൻ. US ഒരു നാറ്റോ ഇതര സഖ്യകക്ഷിയായതിനാൽ പാകിസ്ഥാനും അവർ ആയുധങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ഫ്രാൻസ്, തുർക്കി എന്നിവരും പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നു. തദ്ദേശീയ പ്രതിരോധ വ്യവസായങ്ങൾ പാകിസ്ഥാനിലുമുണ്ട്. പഹൽഗാം ആക്രമണം ഇരു രാജ്യങ്ങളുടെയും സൈനികപരവും നയതന്ത്രപരവുമായ നിലപാടുകൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തവരെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് പിടികൂടുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉറപ്പിച്ചതും വ്യക്തമായതുമായ പ്രതികരണം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ചെയ്തു. ഇത് സൈനിക നടപടിയുടെ സൂചന നൽകുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ നാവികസേന അറേബ്യൻ കടലിൽ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയും ഇന്ത്യൻ വ്യോമസേന ആക്രമണം എന്ന് പേരിട്ടിട്ടുള്ള വലിയ സൈനിക അഭ്യാസം നടത്തുകയും കാശ്മീർ അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കുകയും ചെയ്തു. ഇതിന് പകരമായി പാകിസ്ഥാൻ തീരദേശ മേഖലയിൽ ബാബർ ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തുകയും അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അംഗബലം, ബജറ്റ്, സാങ്കേതികവിദ്യ, പരമ്പരാഗത സൈനിക ശേഷി എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ബലം ഇന്ത്യക്ക് അനുകൂലമാണ്. വലുതും ആധുനികവുമായ സൈന്യം, അത്യാധുനിക മിസൈൽ, ആണവശേഷി എന്നിവ ഇന്ത്യക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നുണ്ട്. പാകിസ്ഥാൻ ചെറുതാണെങ്കിലും മിസൈൽ സാങ്കേതികവിദ്യയിൽ മുന്നേറ്റം നടത്തുകയും ശക്തമായ ഒരു ആണവ പ്രതിരോധം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ദക്ഷിണേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയുടെ സൈനിക മുൻതൂക്കം ഒരു പരമ്പരാഗത യുദ്ധത്തിൽ വിജയം ഉറപ്പാക്കാമെങ്കിലും പാകിസ്ഥാന്റെ ആണവശേഷി തന്ത്രപരമായ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്.